എന്തായിരുന്നു ഈ പറയുന്ന റിനൈസൻസ് കാലത്തെ ശില്പകലയുടെ പ്രത്യേകത? ഒന്ന്, നേരത്തെ പറഞ്ഞ അതേ കാര്യം, റിയലിസവും ഹ്യൂമൻ അനാട്ടമിയും കൃത്യമായി കാണിച്ചിരുന്നു. ശില്പങ്ങൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കറക്റ്റ് മനുഷ്യനെ കണ്ടതുപോലെ കെയർഫുള്ളായിട്ട് അവരുടെ അനാട്ടമിയും പ്രപ്പോർഷൻസും ഒക്കെ അനുസരിച്ചായിരുന്നു വരച്ചിരുന്നത്. ഓക്കെ, നാച്ചുറൽ പോസും അതെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് പോയിന്റ് മാത്രം മതി, ബാക്കി ഞാൻ മനസ്സിലാവാൻ വേണ്ടി തന്നേക്കുന്നതാണ്. റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ഐഡിയാസ്, അതായത് റിനൈസൻസ് കൾച്ചർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഗ്രീക്കോ റോമൻ എന്ന് ഓർത്താൽ മതി. ഗ്രീക്കോ റോമൻ ആർട്ടിനും അവിടുത്തെ കാര്യങ്ങൾക്ക് എംഫസൈസ് കൊടുത്തിരുന്നു, ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്തിരുന്നു. മോണോലിസ ആലോചിച്ചാൽ മതി, നമ്മൾ ഏത് ഇമോഷനോടെ മോണോലിസ പെയിൻറ്റിങ്ങിൽ നോക്കൂ, ആ ഇമോഷൻ ആ പടത്തിലും കാണുമെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ നോക്കും. ഡീപ്പ് ഇമോഷൻസും ഹ്യൂമൻ ഫീലിങ്സും ഒക്കെ അവിടെ എക്സ്പ്രസ് ചെയ്തിരുന്നു. ഓക്കെ, കോൺട്രാ പോസ്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യൻ നിൽക്കുന്ന ഒരു രീതിയാണ്. ഈ പറയുന്ന ഡേവിഡ് എന്ന് പറയുന്ന രണ്ട് ശില്പങ്ങൾ നോക്കിയാൽ അവിടെ മനുഷ്യൻ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൂളായിട്ട് നിൽക്കുന്ന, നമ്മൾ ഈ മോഡൽമാരൊക്കെ നിൽക്കുന്ന ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് നിൽക്കും. ഡേവിഡിനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് കോൺട്രാ പോസ്റ്റോ, അതായത് സ്റ്റാൻഡ്സ് വെയർ വെയിറ്റ് ഈസ് ഷിഫ്റ്റഡ് ഓൺ ടു വൺ ലെഗ് becomes a key figure giving sculptures a dynamic and relaxed look. These techniques added more movement of life into the figures. ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡോണ്ടിലിയോ എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതി ഈ ഡേവിഡ് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. ഈ കറുത്ത നിറത്തിൽ കാണുന്ന അല്ലെങ്കിൽ ബ്രോൺസ് ആണെന്ന് തോന്നുന്നു കാണുന്ന എന്താണ് ഡേവിഡ് എന്ന് പറയുന്നത് ഡോണ്ടിലിയോയുടെ ഡേവിഡാണ്. അപ്പോൾ ഈ ശില്പങ്ങളൊക്കെ ഒറിജിനൽ മനുഷ്യന്മാർ നിൽക്കുന്ന പോലത്തെ പോസും രീതിയിലുമൊക്കെയാണ് ചെയ്തിരുന്നത്. സെക്കുലാർ സബ്ജക്റ്റുകൾ, അതായത് ദൈവങ്ങൾക്കും മറ്റൊക്കെ മാറിയിട്ട് നാട്ടിലുള്ള സാധാരണക്കാർ, ഇപ്പോൾ ഗാറ്റ മെലേറ്റ എന്ന് പറയുന്നത് കണ്ടോ, ഈ കുതിരക്കാരൻ്റെ ശില്പത്തിൻ്റെ പേരാണ് ഗാറ്റ മെലേറ്റ. അതായത് അന്നത്തെ കാലത്ത് നോക്കിയേ, in addition to religious figures, Renaissance sculptures also depicted secular heroes such as soldiers and statesmen. അല്ലേ, ആ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഈ പറയുന്ന കാര്യത്തിലോട്ട് ഉൾപ്പെടുത്തി. അതായത് ഈ പറയുന്ന സാധാരണ ചെറുപ്പക്കാരൻ എന്ന രീതിക്ക് ഡേവിഡ് ആതാണോ അത് ദാവീദാണോ ഈ ഡേവിഡ് എന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഗാറ്റ മെലേറ്റ ഒരു കുതിരക്കാരൻ, ഇവിടെ നോക്കി, ഇവിടെ പറയുന്നുണ്ട് നോക്കിയേ. Gata Meleta depicts a soldier sitting on a horseback, evoking the cavalryman of ancient Rome. Ancient Rome, പുരാതന റോമിനുണ്ടായിരുന്ന കുതിരക്കാരനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കൃതി. അപ്പോൾ ആ പറയുന്ന കാലത്തെ കാര്യങ്ങളും അവിടുത്തെ ദൈവങ്ങളല്ല സാധാരണക്കാരെ എന്ത് ചെയ്തു, ഇവർ ശില്പങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തി. ഇന്നോവേറ്റീവ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നിക്സ്, അല്ലേ, ഈ പറയുന്ന ഡോണ്ടിലിയോയും മൈക്കൽ ആഞ്ചലോയും ഒക്കെ എന്ത് ചെയ്തു, ബ്രോൺസ്, ക്ലേ, മറ്റ് പല മെറ്റീരിയൽസിലും ശില്പങ്ങളും കാര്യങ്ങളും നിർമ്മിച്ചിരുന്നു. ഇതാണ് സ്കൾപ്ചറിനകത്ത് പറയുന്നത്. ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് തീർന്നു, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്താം. ഡോണ്ടിലിയോയുടെ പ്രധാനപ്പെട്ട ശില്പങ്ങളാണ് ഡേവിഡും ഗാറ്റ മെലേറ്റയും. മൈക്കൽ ആഞ്ചലോയുടെയാണ് പിയറ്റ. ഓർത്ത് വയ്ക്കാം, പിയറ്റ മൈക്കൽ ആഞ്ചലോയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിയറ്റയുടെ ഐ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് PETA എന്ന് കിട്ടും. പെറ്റ എന്ന് വെച്ചാൽ പ്രസവിച്ചു എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു വയ്ക്കും, അല്ലേ. പെറ്റു എന്ന് പറഞ്ഞാൽ എന്താ, പ്രസവിച്ചു. അതായത് ഇത് ആരുടെ ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർജിൻ മേരി, അല്ലേ, കന്യാമറിയം, യേശു ക്രിസ്തുവിൻ്റെ അമ്മ കന്യാമറിയം. അപ്പോൾ കന്യാമറിയം പ്രസവിച്ചതാണ് ആരെ, യേശു ക്രിസ്തുവിനെ. അപ്പോൾ പിയറ്റ എന്നത് ആരാണ്, പിയറ്റ എന്നത് ആരുടേതാണ്, മൈക്കൽ ആഞ്ചലോയുടെയാണ്. അത് ആരെ പറ്റി പറയുന്നു, വെർജിൻ മേരിയും ഈ കാണുന്ന ശില്പമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആര് പെറ്റു, യേശു ക്രിസ്തുവിനെ പ്രസവിച്ചു ആര്, വെർജിൻ മേരി. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. മൈക്കൽ ആഞ്ചലോയുടെ രണ്ടുപേരേ ഉള്ളൂ, ഇവിടെ വേറെ കോഡൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ കോഡും ഇല്ല പറയാനായിട്ട്. നിങ്ങളിത് എന്ത് ചെയ്യുക, നിങ്ങളിത് ഓർത്ത് വയ്ക്കുക.